ഹലോ ഫ്രണ്ട്സ്, കാർവേൾഡിന്റെ പുതിയൊരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിന്റെ പ്രേക്ഷകരുടെ ഒരു പ്രധാന സംശയം ഉണ്ടായിരുന്നു, നമ്മൾ യൂസർ കാർ ഷോറൂമിൽ നിന്നല്ലാതെ ഒരു കാർ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ലോൺ ലഭിക്കുമെന്നായിരുന്നു സംശയം. ആ സംശയത്തിന് പ്രധാന കാരണം യൂസർ കാർ ഷോറൂമിലാണ് സാധാരണ ബാങ്കുകാരൊക്കെ വന്ന് ലോൺ ചെയ്ത് കൊടുക്കുന്നത്. ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നാകുമ്പോൾ എങ്ങനെ ലോൺ ലഭിക്കുമെന്നാണ് സംശയം. നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അത് തീർച്ചയായും തെറ്റാണ്. കാരണം പ്രൈവറ്റ് ബാങ്കുകൾ 2010 മുകളിലുള്ള കാറുകൾക്കൊക്കെ ലോൺ നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങൾ പ്രേക്ഷകരുടെ ഇടയിൽ ഉണ്ട് എന്ന് കമന്റ് രൂപത്തിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കിടിലൻ ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തരാം. റമ്മി സർക്കിൾ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് റമ്മി കളിക്കാനും റിയൽ ക്യാഷ് വിൻ ചെയ്യാൻ സാധിക്കും. ഇത് പഠിച്ചെടുക്കാനും കളിക്കാനും വളരെ എളുപ്പമാണ്. കൂടാതെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 100% വെൽക്കം ബോണസ് ലഭിക്കുന്നുണ്ട്. ഒരു കിടിലൻ ഗ്രാഫിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു ഗെയിം പഠിച്ചെടുക്കാനും റിയൽ ക്യാഷ് വിൻ ചെയ്യാനും സാധിക്കും. എടുത്തു പറയേണ്ട ഒരു പ്രധാന സവിശേഷത, ഇതിലെ ട്രാൻസാക്ഷൻ പൂർണ്ണമായും സുരക്ഷിതമാണ്. കൂടാതെ മിനിറ്റുകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്യും. റമ്മി കളിക്കുന്നതും ക്യാഷ് വിൻ ചെയ്യുന്നതും വളരെ രസകരമായിരിക്കും. ഇതിനോടകം ഒത്തിരി പേര് റമ്മി കളിച്ച് വിജയിച്ചിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാകട്ടെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മാരുതി സുസുക്കിയുടെ വാഗണർ പരിചയപ്പെടാം. 2013 ഈ കാറിന്റെ മോഡൽ. VXI വേരിയന്റിൽ വരുന്ന ഈ ഒരു വാഹനം സിംഗിൾ ഓൺഷിപ്പാണ്. 77,000 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട്. പെട്രോൾ എഞ്ചിനാണ്. 1000 cc ഉള്ള ഈ ഒരു വാഗണറിന് 1 ലിറ്റർ പെട്രോളിൽ 16 മുതൽ 18 വരെയാണ് മൈലേജ് ലഭിക്കുന്നത്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് പ്ലെയറും ഈ വാഹനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഈ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല. ഗുഡ് കണ്ടീഷനുള്ളൊരു വാഹനം തന്നെയാണ്. 80% ടയർ കണ്ടീഷൻ ഈ വാഹനത്തിനുണ്ട്. 2,65,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില നെഗോഷ്യബിൾ ആണ്. അടുത്തതായി ടൊയോട്ടയുടെ ഇന്നോവ പരിചയപ്പെടാം. G4 ആണ് വേരിയന്റ്. 2006 മോഡൽ. 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. 2 ലക്ഷം കിലോമീറ്റർ ഇതുവരെ ഈ കാർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റുകളോ റീപ്ലേസ്മെന്റോ സംഭവിച്ചിട്ടില്ല. വളരെ വൃത്തിയിൽ തന്നെയാണ് ഈ കാർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. 2500 cc ഉള്ള ഇന്നോവയുടെ മൈലേജ് 1 ലിറ്റർ ഡീസലിൽ 10 മുതൽ 12 വരെയാണ്. AC, പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് പ്ലെയർ, സെൻട്രൽ ലോക്ക് സിസ്റ്റം ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. 3,60,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില നെഗോഷ്യബിൾ ആണ്. അടുത്തതായി റിനോൾട്ട് കിഡ് പരിചയപ്പെടാം. 2016 ഈ കാറിന്റെ മോഡൽ. RXT വേരിയന്റിൽ വരുന്ന ഈ ഒരു കാറ് ഓട്ടോമാറ്റിക് ആണ്. 49,000 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓൺഷിപ്പാണ് നിലവിലുള്ളത്. പെട്രോൾ എഞ്ചിനാണ്. ആക്സിഡന്റുകളോ റീപ്ലേസ്മെന്റോ സംഭവിച്ചിട്ടില്ല. 1000 cc ഉള്ള ഈ കാറിന്റെ മൈലേജ് എന്ന് പറയുന്നത് 1 ലിറ്റർ പെട്രോളിൽ 20 ആണ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് പ്ലെയർ, ടച്ച് സ്ക്രീൻ, എയർ ബാഗ്, ABS, സെൻട്രൽ ലോക്ക് സിസ്റ്റം ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. വളരെ കണ്ടീഷനുള്ളൊരു വാഹനം തന്നെയാണ്. ലോൺ സൗകര്യം ഈ വാഹനത്തിന് ലഭ്യമാണ്. 3,10,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില നെഗോഷ്യബിൾ ആണ്. അടുത്തതായി ഫോർഡ് ഫിയസ്റ്റ പരിചയപ്പെടാം. 2011 മോഡൽ. ഡീസൽ എഞ്ചിനാണ്. ക്ലാസിക് ലിമിറ്റഡ് എഡിഷനാണ് ഈ ഒരു വാഹനത്തിന്റെ വേരിയന്റ് വരുന്നത്. സെക്കൻഡ് ഓൺഷിപ്പാണ് നിലവിലുള്ളത്. ആക്സിഡന്റുകളോ റീപ്ലേസ്മെന്റോ സംഭവിച്ചിട്ടില്ല. പുതിയ ഇൻഷുറൻസ് ഈ വാഹനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ പുതിയ ബാറ്ററിയും നിലവിൽ ഈ വാഹനത്തിനുണ്ട്. 1400 cc ഉള്ള ഈ ഒരു കാറിന് 18 മുതൽ 20 വരെ മൈലേജ് ലഭിക്കും. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് പ്ലെയർ, അഡ്ജസ്റ്റബിൾ ചെയ്യാവുന്ന സ്റ്റിയറിംഗ് വീൽ, കൂടാതെ സ്പോയിലർ, ABS, അലോയ് വീൽസും സെൻട്രൽ ലോക്ക് സിസ്റ്റവും ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. നിലവിൽ വളരെ കണ്ടീഷനുള്ള ഒരു കാർ തന്നെയാണ്. 2,25,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില നെഗോഷ്യബിൾ ആണ്. അടുത്തതായി ഷെവർലെറ്റ് ക്രൂയിസ് പരിചയപ്പെടാം. 2010 മോഡൽ. LT വേരിയന്റിൽ വരുന്ന ഈ ഒരു കാറ് ഡീസൽ എഞ്ചിനാണ്. ഇതുവരെ 1 ലക്ഷം കിലോമീറ്റർ ഈ കാർ ഓടിയിട്ടുണ്ട്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് നിലവിലുള്ളത്. ആക്സിഡന്റുകളോ റീപ്ലേസ്മെന്റോ സംഭവിച്ചിട്ടില്ല. വളരെ കണ്ടീഷനുള്ളൊരു വാഹനം തന്നെയാണ്. 2000 cc ഉള്ള ഈ ഒരു കാറിന് 10 മുതൽ 12 വരെ മൈലേജ് ലഭിക്കും. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് പ്ലെയർ, എയർ ബാഗ്, ABS, അലോയ് വീൽസ്, സെൻട്രൽ ലോക്ക് സിസ്റ്റവും ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ വാഹനത്തിന് ലോൺ സൗകര്യം ലഭ്യമാണ്. ചോദിക്കുന്ന 2,55,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. റിനോൾട്ട് ഡസ്റ്റർ പരിചയപ്പെടാം. 2014 ഈ കാറിന്റെ മോഡൽ. RXL 110 PS അഡ്വഞ്ചർ ആണ് ഈ കാറിന്റെ വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പാണ് നിലവിലുള്ളത്. 79,000 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ സംഭവിച്ചിട്ടില്ല. നിലവിൽ കമ്പനി സർവീസുള്ള ഒരു വാഹനം തന്നെയാണ്. ഗുഡ് ടയേഴ്സ് ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ലോൺ സൗകര്യം നമുക്ക് ഈ കാറിന് ലഭ്യമാണ്. 1450 cc ഉള്ള ഈ ഡസ്റ്ററിന് 1 ലിറ്റർ ഡീസലിൽ 15 മുതൽ 17 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് പ്ലെയർ, അലോയ് വീൽസ്, സെൻട്രൽ ലോക്ക് സിസ്റ്റം, എയർ ബാഗ്, ABS ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. 6 ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില നെഗോഷ്യബിൾ ആണ്. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് പരിചയപ്പെടാം.
2014 ഈ കാറിൻ്റെ മോഡൽ വരുന്നത്. VDI വേരിയൻറ്റിൽ വരുന്ന ഈ ഒരു വാഹനം സെക്കൻഡ് ഓണർഷിപ്പാണ്. DDIS ഡീസൽ എഞ്ചിനാണ്. ഫുൾ കമ്പനി സർവീസ് ഉള്ള ഒരു വാഹനം തന്നെയാണ്. 1,00,000 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. 1250 cc ഉള്ള ഈ കാറിന് 18 മുതൽ 20 വരെ 1 ലിറ്റർ ഡീസലിൽ മൈലേജ് ലഭിക്കുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ, LED ഫോഗ് ലാമ്പ്, സെൻസർ, സെൻട്രൽ ലോക്ക് സിസ്റ്റം, ബാക്ക് സ്പോയിലർ ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഗുഡ് ടയേഴ്സ് ഈ കാറിലുണ്ട്. ഫുൾ കവർ ഇൻഷുറൻസ് ആണ് നിലവിൽ ഉൾപ്പെടുന്നത്. ഈ കാറിന് ഏകദേശം 3,40,000 രൂപ വരെ ലോൺ ലഭിക്കും. ചോദിക്കുന്ന വില 4,20,000 രൂപയാണ്. 80,000 രൂപ ഡൗൺ പേയ്മെന്റ് നൽകിയാൽ നിങ്ങൾക്ക് ഈ കാർ സ്വന്തമാക്കാം. ഈ കാറുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് എന്ന സ്ഥലത്താണ്. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. മാരുതി സുസുക്കിയുടെ സിയാസ് പരിചയപ്പെടാം. 2015 മോഡൽ. AT VXI പ്ലസ് ആണ് വേരിയന്റ്. ഓട്ടോമാറ്റിക് ആണ്. 30,000 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട്. പെട്രോൾ എഞ്ചിനുള്ള ഈ ഒരു വാഹനം സിംഗിൾ ഓണർഷിപ്പാണ്. സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ആക്സിഡന്റുകളോ റീപ്ലേസ്മെന്റോ സംഭവിച്ചിട്ടില്ല. 1400 cc ഉള്ള ഈ ഒരു കാറിന് 1 ലിറ്റർ പെട്രോളിൽ 15 മുതൽ 17 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ക്രൂയിസ് കൺട്രോൾ, ABS, 2 എയർ ബാഗ്, സെൻട്രൽ ലോക്ക് സിസ്റ്റം, പാർക്കിംഗ് സെൻസർ ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. എക്സ്ചേഞ്ച് സൗകര്യവും ലോൺ സൗകര്യവും ഈ വാഹനത്തിന് ലഭ്യമാണ്. സെഡാൻ കാറ്റഗറിയിലാണ് ഈ ഒരു വാഹനം വരുന്നത്. കൊല്ലം ജില്ലയിലാണ് ഈ കാറുള്ളത്. 6 ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില നെഗോഷ്യബിൾ ആണ്. മാരുതി സുസുക്കിയുടെ CRUZ പരിചയപ്പെടാം. 2016 മോഡൽ. അൽഫ വേരിയന്റിൽ വരുന്ന ഈ ഒരു വാഹനം 1.3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ് നിലവിലുള്ളത്. 60,000 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട്. 1250 cc ഉള്ള ഈ കാറിന് 1 ലിറ്റർ ഡീസലിൽ 18 മുതൽ 20 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. ആക്സിഡന്റുകളോ റീപ്ലേസ്മെന്റോ ഈ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല. നിലവിൽ കണ്ടീഷനുള്ള ഒരു കാർ തന്നെയാണ്. ഈ കാറിന്റെ എല്ലാ സർവീസുകളും ഷോറൂം സർവീസാണ്. മാരുതി സുസുക്കിയുടെ SUV ടൈപ്പിലാണ് ഈ വാഹനം വരുന്നത്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, പാർക്കിംഗ് ക്യാമറ, പാർക്കിംഗ് സെൻസർ, റിയർ വൈപ്പർ, ABS, നാവിഗേഷൻ സിസ്റ്റം, സെൻട്രൽ ലോക്ക് സിസ്റ്റം, അലോയ് വീൽസ് ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. എക്സ്ചേഞ്ച് സൗകര്യവും ലോൺ സൗകര്യവും ഈ വാഹനത്തിന് ലഭ്യമാണ്. കൊല്ലം ജില്ലയിലാണ് ഈ വാഹനമുള്ളത്. 6,90,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില നെഗോഷ്യബിൾ ആണ്. മഹീന്ദ്രയുടെ ഥാർ പരിചയപ്പെടാം. CRDE 4x4 ആണ് വേരിയന്റ് വരുന്നത്. 2018 മോഡൽ. സിംഗിൾ ഓണർഷിപ്പാണ് നിലവിലുള്ളത്. ചുരുങ്ങിയ ഒരു കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ആകെ ഓടിയത് 16,000 കിലോമീറ്റർ ആണ്. ഡീസൽ എഞ്ചിനാണ്. 2 വർഷത്തെ കമ്പനി വാറന്റി ഈ വാഹനത്തിന് നിലവിൽ അവൈലബിൾ ആണ്. സർവീസ് ഹിസ്റ്ററിയും അവൈലബിൾ ആണ്. ഈ വാഹനത്തിന് ഫാൻസി നമ്പറാണ്. 8888 ആണ് നമ്പർ. 2500 cc ഉള്ള ഈ വാഹനത്തിന് 1 ലിറ്റർ ഡീസലിൽ 14 മുതൽ 16 വരെ മൈലേജ് ലഭിക്കും. ആക്സിഡന്റുകളോ റീപ്ലേസ്മെന്റോ സംഭവിച്ചിട്ടില്ല. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, JVC മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക് സിസ്റ്റം, മ്യൂസിക് പ്ലെയർ വിത്ത് JBL സ്പീക്കർ, ലെതർ സീറ്റ്, സെൻട്രൽ ലോക്ക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ ആൻഡ് റിവേഴ്സ് ക്യാമറ, ആൻറ്റി തിഫ്റ്റ് അലാറം. കൂടാതെ മാക്സിസിന്റെ ഓഫ് റോഡ് ടയേഴ്സും അലോയ്സും ഈ വാഹനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ജീപ്പിന്റെ വ്രാംഗ്ലർ മോഡലിലാണ് ഈ ഒരു വാഹനം മോഡിഫൈഡ് ചെയ്തിട്ടുള്ളത്. 16 ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില നെഗോഷ്യബിൾ ആണ്. അടുത്തതായി ഫോർഡ് എക്കോസ്പോർട്ട് പരിചയപ്പെടാം. 2014 ഈ വാഹനത്തിന്റെ മോഡൽ. ടൈറ്റാനിയം വേരിയന്റിൽ വരുന്ന ഈ വാഹനം 1.5 TDCI ഡീസൽ എഞ്ചിനാണ്. 85,000 കിലോമീറ്റർ ഈ വാഹനം ഇതുവരെ സഞ്ചരിച്ചിട്ടുണ്ട്. നിലവിൽ ഈ വാഹനത്തിന് സിംഗിൾ ഓണർഷിപ്പാണുള്ളത്. ഈ വാഹനത്തിന് ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഇല്ല. AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക് സിസ്റ്റം, ABS ബ്രേക്കിംഗ് സിസ്റ്റം, ആന്റി തിഫ്റ്റ് അലാറം, പാർക്കിംഗ് സെൻസർ. കൂടാതെ അലോയ് വീൽസും ഈ വാഹനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ വാഹനത്തിന് ലോൺ സൗകര്യവും എക്സ്ചേഞ്ച് സൗകര്യവും ലഭ്യമാണ്. 5,45,000 രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത്. അടുത്തതായി 2016 മോഡൽ ഫോർഡ് ഫിഗോ പരിചയപ്പെടാം. ടൈറ്റാനിയം വേരിയന്റിൽ വരുന്ന ഈ ഒരു വാഹനം 45,000 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല. നിലവിൽ സിംഗിൾ ഓണർഷിപ്പുള്ള ഒരു വാഹനമാണ്. ഈ വാഹനത്തിന്റെ സർവീസുകളെല്ലാം തന്നെ ഷോറൂം സർവീസുകളാണ്. 1200 cc ആണ് എഞ്ചിൻ പവർ വരുന്നത്. 1.5 ലിറ്റർ TDCI ഡീസൽ എഞ്ചിനാണ്. 1 ലിറ്റർ ഡീസലിൽ 20 മുതൽ 23 വരെ മൈലേജ് ലഭിക്കും. ഫുൾ കവർ ഇൻഷുറൻസ് ഈ വാഹനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. AC, പവർ വിൻഡോസ്, പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം, അലോയ് വീൽസ് ഈ വാഹനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ പുതിയ 4 ടയറുകളും ഈ വാഹനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ലോൺ സൗകര്യം ഈ വാഹനത്തിന് ലഭ്യമാണ്. 4 ലക്ഷം രൂപ വരെ ഏകദേശം ലോൺ ലഭിക്കും. 4,90,000 രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. അടുത്തതായി ഫോർഡ് ഫിഗോ പരിചയപ്പെടാം. 2013 മോഡൽ. TDCI ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വാഹനം.
കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ള ഒരു വാഹനമാണ്. ആക്സിഡന്റ് സ്റ്റേ സംഭവിച്ചിട്ടില്ല. AC, പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക് സിസ്റ്റം, പവർ വിൻഡോസ് ഈ വാഹനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ പുതിയ 4 ടയറുകളും ഈ വാഹനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. 1 ലിറ്റർ ഡീസലിൽ 15 മുതൽ 18 വരെ മൈലേജ് ലഭിക്കും. ഈ വാഹനത്തിന് ലോൺ സൗകര്യം ലഭ്യമാണ്. 2,20,000 രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്.